നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക. എങ്ങനത്തെ തൗബ? തൗബത്തൻ നസൂഹ. തൗബ എന്ന് പറഞ്ഞാൽ മതി, അതിനൊരു വിശേഷണം അല്ലാഹ് ചേർത്ത് കൊടുക്കാണ്. തൗബ ഒരു കുട്ടിക്കളിയാകരുത്. തൗബത്തൻ നസൂഹ, ആത്മാർത്ഥമായ മനം ബുദ്ധിയുള്ള ഹൃദയമറിഞ്ഞുള്ള തൗബ ചെയ്യണം. അങ്ങനെയാകുമ്പോ അള്ളാഹു നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കുല്ലു ബനി ആദം, മനുഷ്യരായ മനുഷ്യർ വല്ലാതെ തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റുകൾ മനുഷ്യരിൽ അങ്ങനെ സംഭവിക്കും. എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ നല്ലോണം തൗബ ചെയ്യുന്നവരാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. തൗബയാണ് നമ്മുടെ മരുന്ന്, തൗബയാണ് നമ്മുടെ ഔഷധം. നാം തെറ്റ് ചെയ്യുമ്പോഴൊക്കെ കരഞ്ഞ പിശാച് ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ ചിരിച്ച പിശാച് പൊട്ടിക്കരയുന്ന സന്ദർഭം നാം തൗബ ചെയ്യുമ്പോഴാണ്. നാം തെറ്റ് ചെയ്യുമ്പോൾ അവൻ ആനന്ദിക്കും, ആഹ്ലാദിക്കും. പക്ഷേ നാം തൗബയിലേക്ക് മടങ്ങുമ്പോഴോ അവൻ വേദനിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കും. തൗബയാകാൻ 3 നിബന്ധനകളുണ്ട്. ഒന്ന്, തെറ്റിൽ നിന്ന് പൂർണ്ണമായും മാറണം. ഇനിയും അവസരം വരുമ്പോ തെറ്റ് ചെയ്യുമെന്നാണെങ്കിൽ അത് തൗബയല്ല. തൗബയാകണമെങ്കിൽ മാനസികമായി ആ തെറ്റിൽ നിന്നും മുഴുവനായിട്ട് മാറണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെയോ, ചെയ്തുപോയ തെറ്റിന്റെ പേരിൽ ഉള്ളിൽ നിന്ന് ഒരു ഖേദവും സങ്കടവും വരണം. മൂന്നാമത്തത്, ഇനി ആ തെറ്റിലേക്ക് മടങ്ങുകയില്ലെന്നുള്ള ഉറപ്പും വേണം. ഒന്ന്, ആ തെറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. 2, തെറ്റിന്റെ പേരിൽ ശക്തമായ സങ്കടം. മൂന്നാമത്തത്, അതിലേക്ക് മടങ്ങില്ലെന്ന് ഉറപ്പും. അതിനൊരു മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരാളെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ അദ്ദേഹത്തെ ഒരു പൊരുത്തപ്പെടിപ്പിക്കുകയും വേണം. അള്ളാഹു നല്ല തൗബ ചെയ്യാൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ, തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ അതിശ്രേഷ്ഠമായ ദിവസമാണ്. നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെ നമുക്ക് തൗബയുടെ സദസ്സുണ്ട്. അതല്ലാതെയും ഒറ്റയ്ക്കിരുന്ന് ചെയ്തുപോയ അപരാധങ്ങൾ ആലോചിച്ച് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോ സംഭവിക്കുന്നത് 2 റിസൾട്ടുകളാണ്. ഒന്ന്, നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിയങ്ങളാകും. രണ്ടാമത്തതോ, ഖുർആനാ പറഞ്ഞത്, നാം തൗബ ചെയ്യേണ്ടതുപോലെ തൗബ ചെയ്തു കഴിഞ്ഞാൽ ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ പോലും അള്ളാഹു നന്മയാക്കി മാറ്റിത്തരും. ഒരുപാട് തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകും. ഇനിയാണെങ്കിൽ കഴിഞ്ഞ കാലത്തേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. എന്നാൽ ആ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച തെറ്റുകൾ മുഴുവൻ ഇബാദത്തായി, സൽക്കർമ്മങ്ങളായി, സുഹൃത്തുക്കളായി മാറ്റിക്കിട്ടാൻ അള്ളാഹു പറയുന്ന മനോഹരമായ മാർഗമാണ് ശരിക്ക് തൗബ ചെയ്താൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അത്തൗബത്തു മിനദ്ദംബ്, തെറ്റിൽ നിന്ന് തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ കശൂബിദ്ദവാഇൽ അലീൽ, ഒരു രോഗി മരുന്ന് കുടിക്കുന്നത് പോലെയാണ്. മരുന്ന് കുടിച്ച് രോഗം മാറ്റുന്നത് പോലെയാണ്. തെറ്റുകൊണ്ടുള്ള കറ മാറ്റി വൃത്തിയാക്കി തീർക്കാനുള്ള മാർഗമാണ് തൗബ. എത്രത്തോളം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഇബു മിനദ്ദംബ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ വേദനിച്ച് മടങ്ങില്ലെന്ന ഉറപ്പോടെ തൗബ ചെയ്താൽ അവനൊരു തെറ്റും ചെയ്യാത്തതുപോലെയാണ്. മറ്റേ ചരിത്രം സൂചിപ്പിക്കാം. ആളുകളൊക്കെ അഷറുന്നാസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആള് ആരാണെന്ന് ചോദിച്ചാൽ അക്കാലക്കാരൊക്കെ പറയും ഫുളൈൽ ഇബ്നു ഇയാം.
അശറുന്നാസ്, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട ആൾ. അദ്ദേഹം ഖാതിഉ ത്വരീഖ്, കൊള്ളക്കാരനായിരുന്നു. രാത്രി മതിൽ ചാടി അനാവശ്യങ്ങളിലേക്ക് പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാത്രി ഒറ്റയ്ക്ക് ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഒരു കഥകിൽ നിന്ന് ഒരു മനോഹരമായ ആയത്ത് കേൾക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെയൊക്കെ മനസ്സുകളെ പിടിച്ചു കുലുക്കേണ്ട ആയത്ത്. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ഒരു രാത്രി അങ്ങനെ സഞ്ചരിക്കുമ്പോൾ കേൾക്കുകയാണ്, അലം യദ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യദ്നി, ഇപ്പോഴും നേരായിട്ടില്ലേ? ഫുളൈൽ തങ്ങൾ കേൾക്കണ ആയത്ത്, അലം യദ്നി, ഇപ്പോഴും നേരമായിട്ടില്ലയോ? ലില്ലദീന ആമനൂ, വിശ്വാസികൾക്ക്, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹനെ ഓർത്ത് മനസ്സ് നന്നാകാൻ ഇപ്പോഴും സമയമായിട്ടില്ലയോ? ഈ ആയത്തങ്ങ് കേട്ടപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മനം മാറ്റം. എന്നോടാണല്ലോ അള്ളാഹ് ചോദിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടും ഇതൊക്കെ അനുഭവിച്ചിട്ടും ലോകത്ത് ഇങ്ങനെയൊക്കെ നടന്നിട്ടും അലം യഅനി, ഇനി എവിടേക്കാണ് ഈ കളിച്ച് നടക്കുന്നത്? ഇനി എവിടേക്കാണ് ഈ അള്ളാഹനെ മറക്കണത്? ഇനി എവിടേക്കാണ് ഈ അഹങ്കാരം? ഇനി എവിടേക്കാണ് ഈ അനാവശ്യം? അലം യഅനി ലില്ലദീന ആമനൂ, വിശ്വാസികൾക്ക് ഇപ്പോഴും നേരായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ ഇതങ്ങ് മനസ്സിൽ പിടിച്ചു കുടുക്കി. അലം യഅനി, എന്നോടല്ലേ ചോദിക്കണത്? നേരായിട്ടില്ലേ? ആരാ ചോദിക്കണത്? പ്രപഞ്ചാണ്ട കടാഹങ്ങളുടെ പരമേശ്വരനായ തമ്പുരാൻ അള്ളാഹ് ചോദിക്കാണ്, ഇപ്പോഴും നേരായിട്ടില്ലേ? ആ ചോദ്യം മനസ്സിലിങ്ങനെ വന്നു. ഉടനെ തന്നെ വീട്ടിലേക്ക് മടങ്ങി പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തു. ആരായി മാറി? ആളുകൾ ചോദിക്കും, ഇന്ന് നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും സൂക്ഷ്മതയുള്ള ആളാരാണെന്ന് ചോദിച്ചാൽ അക്കാലക്കാർ ഒന്നടങ്കം പറയും ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അശർറിനെ ഔറആക്കി മാറ്റിയത് ഈ ഒരു ചിന്ത. അലം യഅനി ലില്ലദീന ആമനൂ. പഠിച്ചോന്റെ ചോദ്യം, ഇപ്പോഴും നേരായിട്ടില്ലേ? ഇപ്പോഴും നന്നാകാൻ നേരായിട്ടില്ലേ? ഈ ചോദ്യം ഹൃദയത്തിൽ കൊണ്ടു തൗബയെന്ന് ചെയ്തു. അല്ലാഹുവിലേക്ക് മടങ്ങി. പഠിച്ചോൻ തൗഫീഖ് നൽകട്ടെ. പഠിച്ചോൻ തൗഫീഖ് നൽകട്ടെ. നല്ലോണം ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരഞ്ഞ് ശരിക്കും ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പോടെ ചെയ്താൽ ചെയ്തുപോയ തെറ്റുകൾ മുഴുവൻ കാരുണ്യവാനായ അല്ലാഹ് യുബദ്ദിൽ സയ്യിആതിഹിം ഹസനാത്ത്, തെറ്റുകൾ മുഴുവൻ നന്മയായി മാറ്റിത്തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ മേലെ എന്ത് ഓഫർ, എന്ത് കാരുണ്യം, എന്ത് സ്നേഹമാണ് അല്ലാഹു നമ്മളോട് ചെയ്യേണ്ടത്. കരയേണ്ടതുപോലെ കരഞ്ഞാൽ അല്ലാഹനെ വേദനിപ്പിച്ച് ചെയ്ത തെറ്റുകൾ പോലും നന്മയാക്കി തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. വആഖിറു ദഅവതി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.